ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പോളണ്ടിലേക്ക് പോകുന്നു. അറസ്റ്റ് ചെയ്യുമോ? പോളണ്ടിലേക്ക് നെതന്യാഹു പോകുന്നതിൻ്റെ കൺഫർമേഷൻ വന്നിട്ടില്ല. അറസ്റ്റ് ചെയ്യുന്ന ആരറസ്റ്റ് ചെയ്യുന്നു? ഈ അന്താരാഷ്ട്ര കോടതി, അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി, ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അല്ലേ? മറ്റേ ഹേഗിലോ മറ്റുള്ള കോടതിയല്ലേ? അതെ. അതിൻ്റെ കാര്യം ഇപ്പോൾ തീരുമാനമായല്ലോ, അറിഞ്ഞില്ലേ? ഇല്ല. അമേരിക്കൻ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് തീരുമാനിച്ചു ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിക്ക് ഉപരോധം ഏർപ്പെടുത്താൻ. അപ്പോൾ മിക്കവാറും അതിൻ്റെ പണി കഴിഞ്ഞു. ഒന്നാമത് അമേരിക്ക, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിയെ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബലത്തിൽ, സാമ്പത്തിക ശേഷിയിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യത്തിൻ്റെ അംഗീകാരമില്ലാത്ത ഒരു കോടതി എന്ന് പറഞ്ഞാൽ അതിന് എന്ത് വിലയുള്ളത്? അമേരിക്ക അംഗീകരിച്ചില്ലെങ്കിൽ, നമ്മളിപ്പോൾ അമേരിക്കൻ പക്ഷപാതിത്വമൊന്നുമല്ല, അമേരിക്ക അംഗീകരിച്ചില്ലെങ്കിൽ ലോകത്തൊരു പുണ്ണാക്കം നടക്കാൻ പോണില്ല. അമേരിക്കയുടെ അംഗീകാരം എല്ലാവർക്കും, ഇന്ത്യക്കും വേണം, റഷ്യയ്ക്കും വേണം, ചൈനയ്ക്കും വേണം. അല്ലെ, അമേരിക്കയ്ക്ക് എന്ത് തോന്നും എന്ന് കരുതിയിട്ടാണ് ചൈന തായ്വാൻ പിടിക്കാത്തത്, അല്ലേ? അതെ. അല്ല, പിന്നെ ചൈനയ്ക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാമെന്നുണ്ടെങ്കിൽ ചൈനയുടെ എത്രയോ കാലത്തെ ആഗ്രഹമാണ് തായ്വാൻ ഞങ്ങളുടേതാക്കണം. എന്താ ചൈന പോയി തായ്വാൻ പിടിക്കാത്തത്? അമേരിക്ക അപ്പുറം നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അമേരിക്ക എന്ത് കരുതും, അമേരിക്ക എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ലോകത്തുള്ള എല്ലാവരുടെയും കൺസേൺ ആണ്. അമേരിക്ക ഇഷ്ടമുണ്ടെങ്കിലും അമേരിക്ക ഇഷ്ടമില്ലെങ്കിലും ഇറ്റ്സ് എ റിയാലിറ്റി. അതൊരു വലിയ ശക്തിയാണ്, അല്ലേ? നമ്മൾ നിഷേധിച്ചിട്ടൊന്നും എനിക്ക് അമേരിക്ക ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരിക്കാം. പക്ഷേ അമേരിക്കയുടെ നയങ്ങൾ നമ്മുടെയൊക്കെ ഒരു സാധാരണ പൗരന്മാരായ കേരളത്തിലെ ഒരു ഗ്രാമത്തിലിരിക്കുന്ന അല്ലെങ്കിൽ നഗരത്തിലിരിക്കുന്ന ഇത് പറയുന്ന എന്നെയും ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും ബാധിക്കുന്നുണ്ട്. അതൊരു മൈറ്റി പവറാണ്. അപ്പോൾ അമേരിക്ക അംഗീകരിക്കാത്ത ഒരു അന്താരാഷ്ട്ര കോടതിയുടെ വില അത്രയേ ഉള്ളൂ. ഇനി ഇസ്രായേൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുന്നില്ല പറഞ്ഞേക്കുന്നത്. എന്താ കുറ്റം? ഗാസയിൽ 100 കണക്കിന് ആളുകളെ കൊന്നു, യുദ്ധക്കുറ്റവാളി. അതിന് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യും. ആരറസ്റ്റ് ചെയ്യും? ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിക്ക് അറസ്റ്റ് ചെയ്യാനുള്ള പോലീസും പിണ്ണാക്കമൊന്നുമില്ല. അവരുടെ മെമ്പർമാരായ രാജ്യങ്ങളോട് പറയും, നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരണം. എപ്പോൾ? അവിടെ ചെന്നാൽ. ഇസ്രായേലിനോട് പറയാൻ പറ്റുമോ അറസ്റ്റ്? കാരണം ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയാണ്. നിങ്ങളുടെ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യാമെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. ഇനി വേറൊന്നുകൂടെ ഉണ്ട്, ഇസ്രായേലും ഇല്ല ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിയിൽ, അംഗീകരിച്ചിട്ടില്ല. ഇല്ല, ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ഏതൊക്കെയോ കുറേ രാജ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ബാക്കി കൊള്ളാവുന്ന രാജ്യങ്ങളൊക്കെ പോടാ പുല്ലേ എന്ന് പറയുന്നൊരു സാധനമാണ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതി. ആ കോടതിയിൽ ഇസ്രായേൽ ഇല്ല. ഇനി മാത്രമല്ല, ഈ കേസ് എങ്ങനെയാണ് വന്നതെന്നറിയാമോ? കേസ് വന്നിരിക്കുന്നത് കരീം ഖാൻ എന്ന് പറഞ്ഞൊരു മഹാനുണ്ട്, ഒരു പാകിസ്ഥാനിയാണ്. ഇയാളാണ് കേസ് കൊടുത്തിരിക്കുന്നത്, പ്രോസിക്യൂട്ടറാണ്. ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിലെ പ്രോസിക്യൂട്ടർ ഇയാളാണ്. നെതന്യാഹു ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരനാണ്, സ്ത്രീകളും കുട്ടികളും അടക്കം. TG പറഞ്ഞത് സ്ത്രീകൾ കുട്ടികൾ എന്നൊക്കെ പറയുന്നത് അതൊരു ഫ്രൈസായി മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അവരെയൊക്കെ ബോംബ് ചെയ്ത് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നെതന്യാഹു എന്ന ഭീകരനെ പിടിച്ച് യുദ്ധക്കുറ്റവാളിയായിട്ട് പിടിച്ച് റോസ്റ്റ് ചെയ്യണമെന്നൊക്കെയാണ് ഈ ചങ്ങാതി ഒരു കേസ് കൊടുത്തത്. അപ്പോൾ ഇയാൾക്കെതിരെ അവിടെ ഒരു കേസുണ്ട്. ഇയാൾ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിയിലെ പെണ്ണുങ്ങളെ ഡിങ്കോൾഫി നടത്താൻ വിളിച്ചു, അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിയിലെ ഈ പാകിസ്ഥാനിക്കെതിരെ വേറെ കേസുണ്ട്. ഇയാളാണ് സ്ത്രീ പീഡകനായ, സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത കേസിൽ വിചാരണ നേടുന്ന കേസിലെ പ്രതിയായ കരീം ഖാൻ എന്ന് പറഞ്ഞ പാകിസ്ഥാനി. അയാൾക്കാണ് നെതന്യാഹുവിനെ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതി പിടിച്ച് തൂക്കിക്കൊല്ലണമെന്ന് ആവശ്യം. അപ്പോൾ അവൻ്റെ കേസാണേ. ഇയാൾ ഇത്രയും വലിയ രാജ്യത്തെ സ്ത്രീകളോട് അപമര്യാദയുമായി പെരുമാറുകയും അവരെ സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്നതിനേക്കാളും മോശപ്പെട്ടൊരു കുറ്റം വേറെയില്ല. അങ്ങനെയുള്ളൊരു മഹാനാണ് നെതന്യാഹു മനുഷ്യാവകാശ ലംഘനം നടത്തുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുന്നത്. അത് ഇൻ്റർനാഷണൽ കോടതിക്ക് അതൊന്നും പ്രശ്നമല്ല കേട്ടോ. അതിനാൾക്ക് നെതന്യാഹുവിനെ പിടിക്കണം. പിന്നെ ഇതൊക്കെ ഫണ്ട് ചെയ്യുന്നത് ഈ കരീം ഖാൻ എങ്ങനെയാണ് വന്നത്? പാകിസ്ഥാനിയായ ഒരുത്തൻ അവിടെ വന്നതുപോലെ ഇതിനൊക്കെ അമേരിക്കയില്ല, ഇസ്രായേലില്ല, അങ്ങനെ കൊള്ളാവുന്ന രാജ്യങ്ങളൊന്നുമില്ല. പിന്നെ ആരാ ഇവർക്ക് ഫണ്ട് ചെയ്യാനുള്ളത്? ഫണ്ട് ചെയ്യുന്നത് ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെയാണ്. പിന്നെ കുറേ പാവപ്പെട്ട രാജ്യങ്ങൾ കൂടെയുണ്ട്. അപ്പോൾ ആ കേസ് അവിടെ പരിഗണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനിടയ്ക്കാണ് ഇതുപോലെ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതി വേറൊരാളെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അറിയാം, പുടിൻ, വ്ളാദിമിർ പുടിനെ പിടിച്ചുകൊണ്ട് വന്ന് അവിടെ ഒരു ജഡ്ജി കൽപ്പിച്ചു. നേരത്തെ ഒരു അറസ്റ്റ് വന്ന് അറസ്റ്റ് ചെയ്യണം, യുദ്ധക്കുറ്റവാളി, ഉക്രൈനിൽ 100 കണക്കിന് ആളുകളെ കൊന്നു, അതുകൊണ്ട് പുടിൻ ഇവിടെ വരൂ, മാറി നിൽക്കൂ, കോട്ടയിൽ കയറൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ ജഡ്ജിക്ക് ഇങ്ങനെ സ്വപ്നം കാണും. പുള്ളി രാത്രി ഉറങ്ങുമ്പോൾ സ്വപ്നം കാണും, പുടിൻ വന്ന് നിൽക്കുന്നു, പുള്ളി വിചാരണ നടത്തുന്നു, പുടിനെ തൂക്കിക്കൊല്ലുന്നു. സ്വപ്നം കാണാം, സ്വപ്നത്തിൽ ടാക്സ് കൊടുക്കണ്ടല്ലോ. സ്വപ്ന ലോകത്തെ ചില ബാലഭാസ്കരന്മാർ നയിക്കുന്ന കോടതിയാണ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതി. പുടിൻ എന്നിട്ട് ഈ പുടിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതി വാറണ്ട് പുറപ്പെടുവിച്ചു. കഴിഞ്ഞ സെപ്റ്റംബറിൽ പുടിൻ എന്തെന്നറിയാമോ? ഒരു കൊച്ചു രാജ്യത്ത് പോയി
റഷ്യയുടെ 10 പോയിട്ട് 100 ശക്തിയില്ലാത്തൊരു കൊച്ചു രാജ്യം മംഗോളിയ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിയിലെ മെമ്പറാണ്. നിയമങ്ങൾ അംഗീകരിക്കും. അപ്പോൾ നിയമം അവിടെ കാല് കുത്തിയ അപ്പം അറസ്റ്റ് പൂട്ടിനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് 2 ഇടിയും കൊടുത്ത് ചങ്ങലയിട്ട് പൂട്ടി ഹേഗിൽ കൊണ്ട് അവിടുത്തെ ജഡ്ജിമാരുടെ മുന്നിൽ കൊണ്ടാക്കുമെന്നായിരുന്നു ഈ ജഡ്ജിമാരൊക്കെ എഴുതിയത്. മംഗോളിയ പറഞ്ഞു പോടാവോ എന്ന് പറഞ്ഞു. എന്നിട്ട് റെഡ് കാർപ്പറ്റ് വിരിച്ച് പുട്ടിനെ അങ്ങ് സ്വീകരിച്ചു ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതി ബ്ലിങ്കസിയ. ഇപ്പോൾ പോളണ്ട് ഇതിനകത്ത് മെമ്പറാണ്. പോളണ്ടിൽ ഓഷ്വിറ്റ്സ് മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ 80ാമത്തെ വാർഷികമോ അതിൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയ ഒരുപാട് ആളുകളെ കൊന്ന ഒരു തടവറയോ മറ്റോ ആയിരുന്നു. അതിൽ നിന്ന് അവിടുത്തെ ആളുകൾക്ക് മോചനം കിട്ടി. അത് പ്രേക്ഷകർ ക്ഷമിക്കണം, എനിക്ക് വളരെ പെട്ടെന്ന് ഈ വീഡിയോ ചെയ്തുകൊണ്ട് എനിക്ക് റെഫർ ചെയ്തിട്ട് ഓഷ്വിറ്റ്സ് മെമ്മോറിയലിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഒരു ഓർമ്മയിൽ നിന്ന് അങ്ങനെയാണ്. അതിൻ്റെ ഒരു വാർഷികമാണ്. അപ്പോൾ അവിടുത്തെ മനുഷ്യാവകാശത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ടുള്ള ഒരു പ്രോഗ്രാം, അതിൻ്റെ ഒരു ലിബർട്ടിയുടെ മെമ്മോറിയലാണ്. അതിൻ്റെ മെമ്മോറിയൽ 80 വർഷം ആയതിനു മുമ്പ് ആണ് അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അതിൻ്റെ വാർഷിക പരിപാടിയിൽ നെതന്യാഹുവിനെ ക്ഷണിച്ചിട്ടുണ്ട്. അവിടെ വന്നാൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലേക്ക് വരുന്നുണ്ട് നെതന്യാഹു, പിടിച്ചു കെട്ടി ഇവിടെ ഹാജരാക്കിയിരിക്കണം എന്ന് അവിടുന്ന് ഒരു നോട്ടീസ് പോളണ്ടിന് പോയി. പോളണ്ട് പറഞ്ഞ് പതിവ് പോലെ സംഗതിയൊക്കെ കൊള്ളാം, കടലാസ് കയ്യിരിക്കട്ടെ, നെതന്യാഹു ഇവിടെ വന്നിട്ട് പോകും, താൻ പോയി പണി നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതി പിന്നെയും ഗോവിന്ദ സ്വാഹ. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇപ്പം അമേരിക്ക പറഞ്ഞതെന്നറിയാമോ, ഇതെന്തൊരു പോക്രിത്തരാണ്, ഇവന്മാർക്കൊരു നിയമപരമായൊരു ബാധ്യതയില്ല, ലോകത്തെ ഒരാളും പ്രധാനപ്പെട്ട ആളും ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതി അംഗീകരിക്കുന്നില്ല, US എന്ന് പറയുന്ന രാജ്യം ഞങ്ങൾക്കിതൊന്നും ബാധകമല്ല, ഞങ്ങളെ മാത്രമല്ല ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രേറ്റ് അലൈ, ഞങ്ങളുടെ ഏറ്റവും മഹത്തായ സഖ്യകക്ഷിയാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്നോ? എന്നൊരു കാര്യം ചെയ്യ്, നിൻ്റെ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിയിൽപ്പെട്ട ഒരാളും മേലിൽ അമേരിക്കക്കാരെ ഒത്തിപ്പോരുത്. അമേരിക്ക ഇനി കാണണ്ട. അമേരിക്കയും അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളിലും ഇനി ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിയിലെ ഒരു ജഡ്ജിയും ഒരു വക്കീലും ഒരു കൊണാണ്ടറും വരണ്ട എന്ന് അമേരിക്ക ഇന്നലെ തീരുമാനിച്ചു. എന്നിട്ട് മാത്രമല്ല അമേരിക്ക സഖ്യരാജ്യങ്ങളിൽ പറയുകയാണ് ഇനി ഈ കോടതിക്ക് 5 പൈസ കൊടുക്കരുത്. അമേരിക്ക കൊടുക്കത്തില്ല. ഇനി ഞങ്ങളുമായി ബന്ധമുള്ള ഞങ്ങളുടെ സഖ്യരാജ്യങ്ങളും ആരെ സഹായിക്കരുത്? ഈ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതി സഹായിക്കരുത്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട ഇപ്പോൾ പോളണ്ട് അമേരിക്കയായിട്ട് നല്ല ബന്ധമുള്ള രാജ്യമാണ്. അതെ, യൂറോപ്യൻ യൂണിയൻ അമേരിക്കയായിട്ട് നല്ല ബന്ധമാണ്. അപ്പോൾ ഇവരെല്ലാം കൂടെ അമേരിക്കയുടെ സാങ്ഷൻ ഉപരോധത്തിൻ്റെ ഭാഗമായി ഇൻ്റർനാഷണൽ ക്രിമിനൽ കോടതിക്ക് മുന്നോട്ട് നീക്കാൻ പറ്റാത്ത അവസ്ഥ. കാശ് കൊടുക്കുന്നില്ലെങ്കിൽ ഇവന്മാർ കഞ്ഞിവെള്ളം കുടിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയായി പോകും. സത്യത്തിൽ ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഇസ്രയേൽ അവരെ ആക്രമിച്ച ഈ ഹമാസ്, ഹിസ്ബുള്ള, അതുപോലെ ഹൂത്തികളെ പോലെയുള്ള തീവ്രവാദ സംഘടനകളെയൊക്കെ നശിപ്പിക്കുക ചെയ്തത്. അവരെ അങ്ങോട്ട് ആക്രമിക്കാൻ ചെയ്യുന്നപ്പോൾ പ്രതിരോധിച്ചു. അതിനവരെ യുദ്ധക്കുറ്റവാളി അല്ലെങ്കിൽ നെതന്യാഹുവിനെ യുദ്ധക്കുറ്റവാളിയാക്കി ചിത്രീകരിക്കുന്നു. അപ്പം എപ്പോഴും ഇസ്രയേലിൻ്റെ ഒരു കൂടെ നിൽക്കുന്ന അമേരിക്ക പറയാണ് ഞങ്ങൾ ഈ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെ അംഗീകരിക്കുന്നില്ല. അപ്പം അവരൊരു ഉപരോധം ഏർപ്പെടുത്തിയാൽ യൂറോപ്യൻ യൂണിയൻ മുഴുവൻ തിരിയും. അപ്പോൾ ഇസ്രയേൽ, അമേരിക്ക, യൂറോപ്യൻ യൂണിയനൊക്കെ തിരിഞ്ഞാൽ എന്തിനാണ് ഈ UN കൂടെ സഹായം ഉണ്ടല്ലേ, UN ആണ് വലുതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇൻ്റർനാഷണൽ കോർട്ടുമായിട്ട് മുന്നോട്ട് പോകുന്നത്? ഇത് ശരിക്കും അപഹാസ്യമായ ഒരു സംവിധാനമല്ലേ? ഞാൻ സമ്മതിക്കില്ല. അതെന്താ? സ്വരാജ് സാർ സമ്മതിക്കത്തില്ല. എന്താ പറയണത്? സ്വരാജ് സാർ പറഞ്ഞില്ലേ ഹമാസ് എന്ത് ചെയ്താലും അത് കുറ്റമല്ലെന്ന്. അപ്പോൾ പിന്നെ ഒന്നും കുറ്റമല്ല. അപ്പോൾ പിന്നെ ഇസ്രായേലല്ലേ കുറ്റം ചെയ്തത്? അപ്പോൾ ഹമാസിന് എന്തും ചെയ്യാം. അത് കേരളത്തിൽ നിന്ന് പറഞ്ഞാൽ മതിയോ? അത് ലോകത്തുള്ള ജനങ്ങൾ മുഴുവൻ കാണുന്നില്ലേ? ഹമാസിന് ഏറ്റവും വലിയ സപ്പോർട്ട് കൊടുക്കുന്നത് നമ്മൾ. ഹമാസിൻ്റെ ശക്തി കേരളത്തിലല്ലേ? അതെ. അപ്പോൾ കേരളത്തിലെ ഒരു വലിയ യുവരാജാവായ സ്വരാജ് സാർ പറഞ്ഞു ഹമാസ് എന്ത് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ കേരളത്തിലെ ഒരു പ്രജയായ നിങ്ങളിങ്ങനെ പറയാൻ പാടുണ്ടോ? അല്ല, തീർച്ചയായിട്ടും പറയും. കാരണം ലോകമെമ്പാടുള്ള നിങ്ങൾ സംസ്ഥാന ദ്രോഹിയായിട്ട് മാറും. അങ്ങനെയുണ്ടല്ലേ? സംസ്ഥാന സർക്കാരിൻ്റെ പിന്നെ ദേശാഭിമാനിയുടെ പത്രാധിപർ അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പറഞ്ഞതിനെതിരായിട്ട് പറഞ്ഞിട്ട് ഇസ്രായേലിനെ അവർ ഉപദ്രവിച്ചതുകൊണ്ടല്ലേ തിരിച്ചാക്രമിച്ചെന്ന് ചോദിച്ചാൽ സാറ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല, തെറ്റാണ് കേട്ടോ. ഹമാസിന് എന്തും ചെയ്യാം. അപ്പോൾ ഹമാസ് അപ്പോൾ ഇസ്രായേൽ കൈകെട്ടി നിന്ന് കൊടുത്തേക്കണം. ഹമാസിന് കുറേ പേരെ കൊല്ലണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിലെ ആളുകൾ പോയി കഴുത്ത് നീട്ടി കൊടുക്കണം. കുഞ്ഞുങ്ങളുടെ തല വെട്ടണമെങ്കിൽ അമ്മമാർ തന്നെ അവരുടെ മുടിക്കുത്തിന് പിടിച്ച് വെട്ടിക്കുമെന്ന് പറഞ്ഞു കൊടുക്കണം. റേപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ വന്നിട്ട് പെണ്ണുങ്ങളാണെങ്കിൽ അവിടെ പോയി കിടന്നു കൊടുക്കണം. അങ്ങനെ ഒരുപാട് ഹമാസ് ഇത് തെറ്റല്ലല്ലോ. അങ്ങനെയുള്ള സാർമാർ നമ്മുടെ കേരളത്തിലുണ്ട്. ഇപ്പോൾ അവർക്ക് ആ പിന്തുണ കൊടുക്കുന്ന ഇറാൻ്റെ അവസ്ഥ ആകെ ദയനീയമെന്ന് പറയുന്നല്ലോ. അപ്പോൾ അവരെ ഇനി സഹായിക്കും ഇതുപോലെ തന്നെ. ഇറാനിന് ഇപ്പം വെള്ളം കുടിക്കാനുള്ള പൈസയില്ല. അവിടുത്തെ ജനങ്ങളിൽ കൂടുതൽ പേരും ക്രൈസ്തവ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. നിങ്ങളെ സംസ്ഥാന ദ്രോഹിയായിട്ട് ഞാൻ പ്രഖ്യാപിച്ചു. അല്ല, സത്യം പറഞ്ഞാൽ പ്രഖ്യാപിച്ചു. നിങ്ങൾ അങ്ങനെ പറയല്ലേ. നിങ്ങൾ പറഞ്ഞ ഗുരുതരമായ പെശകാണ്. ഇറാൻ ഷിയ രാജ്യമാണ്. ഞങ്ങൾ ഇവിടുത്തെ ആളുകൾ മുഴുവൻ സുന്നികളാണ്.
അപ്പോൾ നിങ്ങൾ ഇറാൻ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇറാനെ സഹായിക്കണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കൂല. അത് പറ്റില്ല. പറ്റൂല. അപ്പോൾ ഈ സുന്നി ഷിയ എങ്ങനെ സഹായിക്കുന്നൊക്കെ ഇവർക്ക് വലിയ ധാരണയുണ്ടോ? അത് തെരഞ്ഞെടുപ്പൊക്കെ എടുക്കുമ്പോൾ വരുമായിരിക്കും. ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. ഹമാസ് എന്ത് ചെയ്താലും തെറ്റല്ല. നെതന്യാഹുവിനെ കൊല്ലണം. നമ്മുടെ ഉണ്ണിച്ച മറ്റേ കാസർഗോഡ് പോയപ്പോൾ കുറിമാച്ച പുള്ളിയില്ലേ, അതെ അതെ അതെ, ആ പുള്ളി പറഞ്ഞു കേട്ടില്ലേ, നെതന്യാഹുവിനെ വെടിവെച്ച് കൊല്ലണം. പുള്ളി ഇന്റർനാഷണൽ കോടതിയിലെ ജഡ്ജി വല്ലതാണ് ക്രിമിനൽ കോർട്ടിലെ? അറിയില്ല, ചിലപ്പോൾ പുള്ളിയുടെ ഉത്തരവൊക്കെ അവിടെ നിന്ന്. അല്ല, അത് ശരിക്കും ഇത് മൊസാദ് അറിഞ്ഞാൽ, ഈ മൊസാദിന് ഈ പാഴ്വസ്തുക്കളിലേക്ക് വെടിയുണ്ട അയക്കുന്നതിലൊന്നും മൊസാദിന് താല്പര്യം കാണുന്നില്ല. ഒരു നിലവാരം ഉണ്ടാവില്ല, നിലവാരം വേണം. അപ്പോൾ ഏതായാലും ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി എന്ന് പറയുന്ന കടലാസ് പുലി അമേരിക്കൻ പാർലമെൻറ്റ് അതിനെക്കുറിച്ച് പറഞ്ഞ കങ്കാരു കോർട്ട് എന്നാണ് പറഞ്ഞത്. കങ്കാരു കോർട്ട്. ആ കങ്കാരു കോർട്ടിൻ്റെ കച്ചവടം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവർക്ക് വാറോല അയച്ച് ആരെയും ഭീഷണിപ്പെടുത്താൻ പറ്റില്ല. പൈസ പോലും ഇല്ലാതെ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി പിച്ചച്ചട്ടിയായിട്ട് ഇറങ്ങേണ്ട അവസ്ഥയിലേക്ക് വരും. നമ്മളിപ്പോൾ യൂണിസെഫ് എന്നൊക്കെ പറഞ്ഞ് നമ്മളവിടെ വീഡിയോ ചെയ്തു. ഈ മാളുകളിലൊക്കെ വന്ന് പിള്ളേർ ഇരിക്കും, യൂണിസെഫിലേക്ക് കുഞ്ഞുങ്ങൾക്ക് കാശ് തരാമോ, ഒരു 500 രൂപ തരുമെന്നും പറഞ്ഞ് മേടിക്കും. പിന്നെ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പറ്റില്ല, സ്ഥിരമായിട്ട് നമ്മൾ 500 പോയിക്കൊണ്ടിരിക്കും. അതൊരു വലിയ തട്ടിപ്പാണെന്ന് പറഞ്ഞ പോലെ ഇനി ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിക്ക് വേണ്ടി ഫണ്ട് പിരിക്കാനായിട്ട് ആളുകൾ വരുമായിരിക്കും. ഏതായാലും നെതന്യാഹു എന്ന് പറയുന്ന ആള് ഒരു ലോക നേതാവാണ്. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി മാത്രമല്ല, ഇസ് എ വേൾഡ് ലീഡർ. ലക്ഷക്കണക്കിനായ ഇസ്രായേലിലെ ജനങ്ങളുടെ എത്രയോ ഇരട്ടി ആളുകൾ നെതന്യാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ എത്ര പേരുണ്ട്? അങ്ങനെയുള്ള നെതന്യാഹുവിനെ പിടിച്ചങ്ങോട്ട് മൂക്കിലോട്ട് വലിച്ചു കളയാന്നൊക്കെ ഒരു കടലാസ് സംഘടന തീരുമാനിക്കുകയും ഓരോ രാജ്യങ്ങളോട് നിങ്ങൾ അവിടെ വന്ന ഉടനെ പിടിച്ച് ഞങ്ങൾക്ക് തന്നേക്കണം ഉത്തരവിറക്കുകയൊക്കെ ചെയ്ത കരീംഖാനെ പോലെയുള്ള ഊളകളുടെ ഒരു സംഘടനയല്ലേ, അതിന് സ്വാഭാവികമായ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.